റോണിച്ചോ എന്താ നിങ്ങളിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്യോ, ദുബായിൽ വേറെ എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യോ? എടാ കയ്യിൽ നിറയെ കാശൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നുമല്ല, എനിക്ക് ലക്ഷറിയോട് കുറച്ച് കമ്പമൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഒത്തിരി കാശൊക്കെ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ മിനിമം 6 മില്യൺ ഒക്കെ വേണം. സോ കാശ് ഉണ്ടെങ്കിൽ ഞാൻ ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോർ ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ്മെന്റിലോട്ടുമാണ്. സോ അതുകൊണ്ട് തന്നെ ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇൻ ഫ്യൂച്ചർ എനിക്ക് അത്ര വലിയ അപ്രീസിയേഷൻ കിട്ടുമെന്ന്. പക്ഷേ ബുർജ് ഖലീഫയിൽ പണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ എത്രത്തോളം പ്രോഫിറ്റ് എടുത്തോ അത് കണക്കുള്ള പ്രോപ്പർട്ടീസും ലൊക്കേഷൻസും ദുബായിൽ ഇപ്പോൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം വേറെ സ്ഥലം, ഇപ്പം ദുബായ് സൗത്ത് തന്നെ എടുത്തോട്ടെ, വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് അവിടെ വരുന്നത്. സോ അവിടെയൊക്കെ എനിക്ക് ഷുവറാണ്, അവിടെ കാശ് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ദുബായ് ബുർജ് ഖലീഫയുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ എത്രത്തോളം കാശ് ഉണ്ടാക്കിയോ അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുന്നു. അതുപോലെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ബുർജ് ഖലീഫയുടെ അവിടെ 3000-3500 പക്ഷേ അൽ മക്തൂം എയർപോർട്ട്, വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരുന്ന ആ ലൊക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 800, 900, 1000 കിട്ടും. ആ ലൊക്കേഷൻ ഡെവലപ്പ് ആവാൻ നേരത്ത് ഷുവറായിട്ടും എനിക്കറിയാം എൻ്റെ കാശ് അവിടെ കിട്ടുന്ന ഇരട്ടിക്കും. സോ ഷുവറായിട്ട് ഞാൻ ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോഴേ ഇല്ല, ഇതിന് ഒരു 5-6 കൊല്ലത്തിനകം ഞാൻ ബുർജ് ഖലീഫയിൽ ഒരു പ്രോപ്പർട്ടിയൊക്കെ മേടിക്കും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഇപ്പം കാശ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ദുബായ് സൗത്തിലേ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലേ? എന്നാ ശരി, വെയിറ്റ് ചെയ്യടാ മക്കളെ. ആരെങ്കിലും ബുർജ് ഖലീഫയിലൊക്കെ പ്രോപ്പർട്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പറയുക, കയ്യിൽ ഒത്തിരി കാശുള്ള ഒരുത്തവനാണെങ്കിൽ മതി അവിടെ പോയി പ്രോപ്പർട്ടി എടുക്കാൻ. കാശ് ഉണ്ടാക്കാനാണെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ എടുത്ത് തന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ. ഇനി പോക്കോ.